ഡിവൈഎഫ്ഐ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ ജാഗ്രതയിലേക്ക് ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു. പരേഡ് ഡിവൈഎഫ്ഐ മുൻ നേതാവും സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എം സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ യുവജനങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് മയക്കുമരുന്നിന്റെ ഉപയോഗം. ഹെറോയിൻ, അതുപോലെ തന്നെ കഞ്ചാവ്, MDMA, LDS തുടങ്ങിയ വിവിധ പേരുകളിലുള്ള മാരകമായ മയക്കുമരുന്നുകൾ ഇന്ന് നമ്മുടെ എല്ലാം ഗ്രാമങ്ങളിൽ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഊർജ്ജസ്വലമായ, ഏറ്റവും സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഊർജ്ജമാണ് യുവജനങ്ങളുടെ കരുത്ത്. ആ യുവജനങ്ങളാണ് 15 വയസ്സിനും 35 വയസ്സിനും മധ്യ പ്രായമുള്ളവരാണ്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഈ വിഭാഗമാണ് എന്നാണ്. അതിൽ തന്നെ വിദ്യാർത്ഥികളാണ് മയക്കുമരുന്നിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം, കോളേജ് വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ആപൽക്കരമായ ഒരു സാഹചര്യമാണുള്ളത്. ഇത് ചെറുക്കണ്ടെങ്കിൽ പല വിധത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പല സംഘടനകളും, അരാഷ്ട്രീയ സംഘടനകളും, ഒരു പരിധിവരെ കോടതിയുമെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായി ഉറഞ്ഞു തുള്ളി. ഇപ്പോൾ ഒരുപക്ഷെ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ദണ്ഡിയാത്ര നടത്തിയതിൻ്റെ പേരിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ കേസെടുക്കുമായിരുന്നു. ജാഥ നടത്താൻ പാടില്ല, പ്രകടനം നടത്താൻ പാടില്ല, പൊതുയോഗം നടത്താൻ പാടില്ല, അതൊക്കെയാണ് കോടതികൾ പറയുന്നത്. ഒരു കാലത്ത് കോടതികളെല്ലാം ടാർഗറ്റ് വെച്ചിട്ടാണ് വിദ്യാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം പുറത്താക്കിയത്. അതിന്റെ ഫലമെന്തായി? ആ രാഷ്ട്രീയം പുറത്തായെടുത്ത് 2 കാര്യങ്ങൾ കടന്നു വന്നു. ഒന്ന്, മതമൗലികത, വിദ്യാർത്ഥികളിൽ വർഗീയത നല്ല സ്വാധീനമുണ്ടാക്കാൻ തുടങ്ങി. മറുഭാഗത്തോ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന്റെ അടിമകളായി മാറി. ഈ മയക്കുമരുന്നിന്റെ അടിമകളാക്കി മാറ്റുന്നതിന് പിറകിൽ കുറെ അധികം ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു വിഭാഗം എന്താ? ഈ മയക്കുമരുന്ന് ഇവിടെ കൊണ്ടുവന്ന് വിപണനം നടത്തുന്ന, അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന വലിയ മാഫിയ സംഘമുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ മയക്കുമരുന്ന് സാധനമാണ് വിൽപ്പന നടത്തുന്നത്. വളരെ ചെറിയ അളവിൽ കൊടുത്താൽ പോലും വലിയ തുകയാണ് ലഭിക്കുന്നത്. ഇതിന്റെ കരിയർമാരായി, ഇതിന്റെ ഗുണഭോക്താക്കളായി, ഇതിന്റെ കച്ചവടക്കാരായി, ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഇവരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കണം. കറുപ്പ് വസ്ത്രധാരികളായ 100 ചെറുപ്പക്കാർ പരേഡിൽ അണിനിരന്നു. ചങ്ങനയിൽ വെച്ച് സമാപിച്ച സമാപന പൊതുയോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത്, പ്രസിഡന്റ് KV ജിതിൻ, ട്രഷറർ O ഷിനോജ്, ജില്ലാ കമ്മിറ്റി അംഗം വിപിന BP, വിപിൻ ബാബു എന്നിവർ സംസാരിച്ചു.